ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഫേക്ക് മെസ്സേജുകളിലൂടെയാണ്. ആദ്യം നമ്മൾ മെസ്സേജ് വായിച്ചതിന് ശേഷം മുന്നോട്ട് ആലോചിക്കാതെയാണ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത്. കാരണം നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ക്ലയന്റിനെ എങ്ങനെ വിശ്വസിപ്പിക്കാം എന്ന തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മെസ്സേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ മോദി സർക്കാരിന്റെ തൊഴിലിനു വേണ്ടിയുള്ള ഒരു ധനസഹായമാണ് ലഭിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ ചാടി വീണ് ആ ലിങ്കിൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് തൊട്ടു താഴെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ലാപ്ടോപ്പിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ആയി വരുന്നില്ല. കാരണം ഇതൊരു ഫേക്കാണ്. എന്നാൽ മൊബൈൽ ഫോണിൽ മാത്രമാണ് ഈ ഒരു ലിങ്ക് ഓപ്പൺ ആകുക. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ലിങ്കിന്റെ ആദ്യത്തെ 4 അക്ഷരം നോക്കുക. കേന്ദ്ര സർക്കാരിനാണെങ്കിൽ gov. എന്ന് വരും. എന്നാൽ ഫേക്ക് ഐഡിയ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡിയകളാണ് ചേർക്കുക. ഇത്തരത്തിലുള്ള ഐഡിയകൾ ചേർത്തിട്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ ചേർത്ത് ഡോട്ട് വന്നാൽ നമ്മൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യാനോ അത് ഓപ്പൺ ആക്കാനോ പാടുള്ളതല്ല. മെസ്സേജ് വായിച്ചാൽ ഉടൻ തന്നെ അവർ നൽകുന്ന ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ രേഖകളും നമ്മളായി തന്നെ അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വ്യാജ മെസ്സേജുകളുടെ ഇൻഫർമേഷൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലും കിട്ടുമ്പോൾ ഉടൻ തന്നെ ചാടി വീണ് അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അവർ പറയുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ മറുപടി നൽകാതിരിക്കുക. OTP പോലെയുള്ള നമ്പറുകൾ തിരിച്ചു സെൻഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും നമ്മുടെ മൊബൈൽ ഫോണോ നമ്മുടെ ലാപ്ടോപ്പോ ആർക്കും ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പൂർണ്ണ അനുവാദമുണ്ടെങ്കിൽ മാത്രമാണ് ഹാക്കുകൾ ചെയ്യുന്നത്. നമ്മളായി തന്നെയാണ് അത് ഒരുക്കുന്നത്. വ്യാജ മെസ്സേജുകളിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കുകളും OTP നമ്പറുകളുമാണ് അവരുടെ പോയിന്റ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും ഗുഡ് ബൈ.